ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങളെ ഏവരും കാത്തിരിക്കുന്ന രേവതിയുടെയും സച്ചിയുടെയും നാളത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ശുഭരാത്രി നേർന്നുകൊണ്ട് തന്നെ നമുക്ക് നാളത്തെ സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് കടന്നാലോ. അതിനുമുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ഒന്നും ചെയ്ത് വെച്ചിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചിട്ട് ഒരു ലൈക്കും ഒരു ഹൈപ്പും കൂടെ ചെയ്തിട്ട് നമ്മുടെ വീഡിയോ കാണാൻ വേണ്ടി ശ്രമിക്കണേ. അപ്പൊ നേരെ വിശേഷത്തിലേക്ക് തന്നെ കടക്കാം അല്ലേ. അങ്ങനെ നമ്മുടെ സുധിയും ശ്രുതിയും ആ ഒരു ബംഗ്ലാവ് മേടിച്ചതിന്റെ സന്തോഷത്തിലാണ്. സച്ചി രേവതിയും എത്തിയിട്ടില്ല. സച്ചി രേവതിയും എത്തുന്നതിന് മുമ്പ് തന്നെ അവർ ആ ഒരു എന്താ പറയാ അഡ്വാൻസ് ഒക്കെ കൈമാറി എഗ്രിമെന്റിലൊക്കെ ഒപ്പുവെക്കാൻ പോവാണ്. രേവതിയും സച്ചിയും വന്നിട്ടായിരുന്നെങ്കിൽ ഒരു പക്ഷേ എന്തെങ്കിലും ഒരു മാർഗം ഉണ്ടായേനെ. പക്ഷെ അതൊന്നും അല്ല, എടുത്ത് ചാടി പീഡിച്ച് അവർക്ക് ആ വീട്ടിൽ നിന്ന് എങ്ങനെയും ഒന്ന് ഇറങ്ങി പോയാ മതി. വാടക വീടാണ്, റെന്റിനെടുത്ത വീടാണ്. യഥാർത്ഥ ഓണറോ ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ തീർന്നു. അതിനു മുമ്പ് 30 ലക്ഷം രൂപയെങ്കിൽ 30 ലക്ഷം അതും എടുത്തോണ്ട് പോണം. അപ്പൊ അതുകൊണ്ട് അത്രയ്ക്ക് ധൃതിപ്പെട്ടിട്ട് ബാക്കി എല്ലാ കാര്യങ്ങളും സെറ്റപ്പ് ആക്കി എഗ്രിമെന്റ് ഒക്കെ എഴുതി ആ ഒരു തുക അങ്ങോട്ട് കൈമാറുമ്പോ വീടിന്റെ താക്കോലും എഗ്രിമെന്റും എല്ലാം നമ്മുടെ സുധിയുടെ കൈ കിട്ടുകയാണ്. അപ്പൊ സുധി പറയാ, അതെ ഇത് ഞാനല്ല മേടിക്കുന്നത്, എന്റെ അമ്മയാണ് മേടിക്കുന്നത്. അപ്പൊ ഇത് അമ്മയുടെ കൈ കൊടുക്കാൻ പറഞ്ഞു. അയ്യോ ചന്ദ്രയ്ക്ക് ഇതിൽ കൂടുതൽ സന്തോഷം വേറെ എന്തെങ്കിലും ഉണ്ടോ? അയ്യോ പിന്നെ പറയാനില്ല. ചന്ദ്രയാണെങ്കിൽ നമ്മുടെ സുധി ഇങ്ങനെ പറയുന്നത് കേൾക്കാൻ നോക്കിയിരിക്കായിരുന്നു തോന്നുന്നു. അതുപോലെ നമ്മുടെ ചന്ദ്ര അതങ്ങ് മേടിച്ചു കേട്ടോ. എഗ്രിമെന്റ് ഐശ്വര്യപൂർവ്വം അങ്ങ് മേടിച്ചു. ഏതായാലും നിങ്ങൾ ഇനി ഈ വീട്ടിൽ നിങ്ങളാണ് താമസിക്കേണ്ടത്, നിങ്ങൾക്ക് എല്ലാ ഐശ്വര്യങ്ങളും ഉണ്ടാകട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ യഥാർത്ഥ ഓണറിന്റെ ഭാര്യയും അങ്ങോട്ട് ഇറങ്ങി പോവാണ്. ഇതിൽ പല സന്തോഷം നമ്മുടെ ചന്ദ്രയ്ക്കില്ല. ചന്ദ്ര എഗ്രിമെന്റും താക്കോലും ഒക്കെ പിടിച്ചിട്ട് ഭയങ്കര സന്തോഷത്തോടു കൂടി കണ്ണൊക്കെ നിറഞ്ഞൊഴുകാണ് കേട്ടോ. എന്തോ ഒരു സന്തോഷമാണെന്നറിയാമോ, ആനന്ദക്കണ്ണീരാണ് നമ്മുടെ ചന്ദ്രയ്ക്ക്. തന്റെ മകൻ ഇത്രയ്ക്ക് വലിയ സ്വത്തൊക്കെ മേടിച്ചതിന്റെ ഭയങ്കര സന്തോഷം. മോനെ സുധി, എങ്കിലും നീ എന്നെ കൊണ്ട് തന്നെ ഇത് മേടിപ്പിച്ചല്ലോടാ മോനെ. നിനക്കാടാ എന്നോട് സ്നേഹമുള്ളൂ, നിനക്ക് മാത്രമേ എന്നോട് സ്നേഹമുള്ളടാ. എനിക്കറിയാടാ, എങ്കിലും നിനക്കെങ്കിലും എന്നോട് സ്നേഹം ഉണ്ടല്ലോടാ മോനെ ചക്കരേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ സുധീനെ കെട്ടിപ്പിടിച്ച് കരയുകയാണ്, വിങ്ങി പൊട്ടുകയാണ്. ഇതെല്ലാം കണ്ടുകൊണ്ട് നമ്മുടെ രവീന്ദ്രൻ അവിടെ നിപ്പുണ്ടെന്നാ. പിന്നെ രവീന്ദ്രനല്ലേ അച്ഛൻ, രവീന്ദ്രനെ കൊണ്ട് മേടിപ്പിക്കുകയല്ല, നമ്മുടെ ചന്ദ്രനെ സോപ്പിട്ടാലേ കാര്യമുള്ളൂ നന്നായിട്ട് ശ്രുതിക്കും അറിയാം. ഏതായാലും ഈ സീനൊക്കെ കഴിഞ്ഞിട്ട് യഥാർത്ഥ ഓണർ എന്ന് പറഞ്ഞാൽ ഞാൻ വെറുതെ ഒന്ന് പറഞ്ഞാണ് കേട്ടോ, യഥാർത്ഥ ഓണർ അല്ല. യഥാർത്ഥ ഓണർ വന്ന സുധിയുടെ കട്ടൻ പോയ ഇളകിന്ന് കൂട്ടിക്കൊണ്ടാ മതി. അങ്ങനെ അവര് തട്ടിപ്പുകാരിറങ്ങുകയാണ്. തട്ടിപ്പുകാരിറങ്ങി വണ്ടിക്കകത്ത് കയറി എത്രയും പെട്ടെന്ന് സ്ഥലം വിടണം. അതിന്റെ വെപ്രാളത്തിലും പരവേശത്തിലും വണ്ടിയൊക്കെ എടുത്തോണ്ട് അങ്ങ് പോയി ആ ഗേറ്റ് അങ്ങ് കഴിഞ്ഞപ്പോഴത്തേക്കുമാണ് സച്ചി രേവതിയും വരികയും അവരുടെ കാറും ഈ കാറും തമ്മില് എന്താ പറയുക ജസ്റ്റ് മിസ് ഒന്നും ഇടിച്ചില്ലെന്നേ ഉള്ളൂ. അപ്പൊ സച്ചിക്ക് ദേഷ്യം വന്നു കേട്ടോ. അപ്പൊ സച്ചിക്ക് അറിയില്ലല്ലോ ഇവരാണെന്നൊന്നും അറിയില്ല, അതായത് ആ വീടിന്റെ ഓണർ ആണെന്നൊന്നും അറിയില്ല. സച്ചി ഇറങ്ങി വന്നിട്ട് താൻ എന്ത് പരിപാടിയാണോ കാണിച്ചത്, തന്റെ മുഖത്തന്നെ കണ്ണില്ലേ, തന്റെ എവിടെയാണോ കണ്ണ്, താൻ എന്ത് കാണിച്ചത്, തനിക്ക് മര്യാദയ്ക്ക് വണ്ടി കൊണ്ടുവരത്തില്ലേടോ എന്നൊക്കെ ചോദിച്ചപ്പോഴത്തേക്കും ഓണർ പെട്ടെന്ന് ഇറങ്ങിയിട്ട് എന്താ തനിക്ക് വേണ്ടത്, താനല്ലേടാ, തന്നോട് ആരാ പറഞ്ഞു ഇപ്പൊ ഈ സ്ഥലത്തേക്ക് കയറി വരാനായിട്ട്, ഇവിടെ കയറി വന്നിട്ട് താൻ എന്നോട് ചൂടാവുന്നോന്നും പറഞ്ഞു രണ്ടുപേരും അങ്ങോട്ട് അവിടെ ഇവിടെ അങ്ങോട്ട് ഭയങ്കര പോട്ടി മീൻസ് അടി. ഞങ്ങള് പോട്ടി എന്ന് പറയൂട്ടോ അടിക്കാൻ. അതായത് ഞങ്ങളുടെ ഒരു ഭാഷയിൽ ഞങ്ങൾ പോട്ടി എന്ന് പറയാറുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പോട്ടി എന്ന് പറഞ്ഞത്. ഇപ്പൊ അറിയാൻ മേലാത്തവരുണ്ടെങ്കിലേ, നമ്മുടെ ചാനൽ കാണുന്നത് പല ആൾക്കാരായിരിക്കുമല്ലോ, അപ്പൊ അറിയാത്തവർ കാണുമല്ലോ. അപ്പൊ പോട്ടി മീൻസ് അടി. അവർ തമ്മിൽ അവിടെ കൊണ്ട് ഭയങ്കര അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര അടി. അപ്പോഴത്തേക്കുമാണ് പെട്ടെന്ന് നമ്മുടെ സുധി കയറി വന്നത്. ഇത് എന്താ ഇവിടെ, ഇവൻ എന്നതാ ഈ കാണിക്കും, ഇവൻ എവിടെ ചെന്നാലും ഇത് തന്നെയാണല്ലോ, എന്റെ ദൈവമേ എന്റെ വീട് വല്ലോ ഇനി തിരിച്ചെഴുതി കൊടുക്കാൻ പറഞ്ഞാൽ തീർന്ന് എന്ന് പറഞ്ഞത്. അച്ഛാ, അതായത് അച്ഛ അവിടെ കിടന്ന് വഴക്കുണ്ടാക്കുന്ന അച്ഛാന്ന് പറഞ്ഞ് രവീന്ദ്രനെ വിളിച്ചോണ്ടൊക്കെ വരുവാണ്. എന്നാലും ഈ സമയത്ത് നമ്മുടെ സുധി വന്നിട്ട് നീ എന്താണ് ഈ കാണിക്കുന്നതെന്ന് ചോദിച്ചപ്പോഴത്തേക്കും മാനേഴ്സ് ഇല്ലാത്തൊരു മനുഷ്യനാണല്ലോ ഇവൻ ഏതാ, ഇവൻ ആരാ എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും സച്ചിക്ക് ദേഷ്യം വരികയാണ്. അതായത് ആ ഓണറാണ് പറയുന്നത് കേട്ടോ. ഓണർ എന്ന് പറഞ്ഞാൽ ഡ്യൂപ്ലിക്കേറ്റ് ഓണർ. അപ്പൊ സച്ചി പറഞ്ഞ് കയറി പോകുന്നുണ്ട്, കയറി പൊക്കോണം എന്നൊക്കെ പറയാണ്. അപ്പൊ ദേഷ്യപ്പെട്ടു. ഈ സമയത്ത് സോറി സാറ് പൊക്കോ, സാറേ സമയമില്ലെങ്കിൽ സാറ് പൊക്കോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ സുധി ഇലയ്ക്കും മുള്ളിനും കേടില്ലാതെ ഓണറിന്റെ ഭാര്യനൊക്കെ കയറ്റി വിടുകയാണ്. സാരമില്ല സാറേ, പോട്ടെ സാറേ, പൊക്കോ, നിങ്ങൾ പൊക്കോ എന്നൊക്കെ പറഞ്ഞ് കയറ്റി വിടുക. കാരണം അവിടെ നിന്നിട്ട് ഇനിയിപ്പോ സച്ചിയാണ് തന്റെ സഹോദരൻ അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനിയിപ്പോ കൊടുത്തില്ലെങ്കിലോ, വീടേ 5 കോടി രൂപയുടെ വീട് 3 കോടി രൂപയ്ക്ക് കിട്ടല്ലേ. അപ്പൊ അത് കൊടുത്തില്ലെങ്കിൽ ആർക്കാ നഷ്ടം? നമ്മുടെ സുധിക്കല്ലേ നഷ്ടം. അപ്പൊ അതുകൊണ്ട് സുധി അവിടെ നോടിച്ച് നോട്ടിച്ചൊക്കെ അങ്ങോട്ട് വിട്ടു കേട്ടോ. അപ്പോഴത്തേക്ക് സച്ചി പറഞ്ഞു ഇന്ന് ആരാ ഈ വെളിവില്ലാത്തവൻ എന്നൊക്കെ ചോദിച്ചപ്പോഴത്തേക്കും സുധി പറഞ്ഞൊന്ന് മിണ്ടാതിരിക്കേണ്ട പൊന്നു സച്ചി, അതാ ഈ വീട്ടിന്റെ ഓണർ, അവരുടെ കയ്യിൽ നിന്ന് ഞങ്ങള് വണ്ടി മേടിച്ചെന്ന് പറയുമ്പോ ഇതാണ് വീട്ടിന്റെ ഓണർ എന്നാ നേരത്തെ പറയണ്ടായിരുന്നു. ഇതെന്താ വീട്ടിന്റെ ഓണർ വലിയ ബംഗ്ലാവും വലിയ ബിസിനസ്സുകാരൊക്കെയാന്ന് പറഞ്ഞിട്ട് ഇതെന്താ റെന്റിന് വിളിച്ചോണ്ടാണോ വന്നിരിക്കുന്നത്, ഈ കാറ് റെന്റിന് വിളിച്ചോണ്ടാണോ വന്നേക്കുന്നതെന്ന് പറഞ്ഞപ്പോഴത്തേക്കും
സുധി വെച്ച് നിനക്ക് അങ്ങനെ അറിയാം റെന്റിനെ കാറ് വിളിച്ചോണ്ട് വന്നേക്കുന്നത്? ആഹാ, അവൻ എന്റെ അവിടെ കിടന്ന് ഞങ്ങളുടെ അവിടെ കിടന്ന് ടാക്സി സ്റ്റാൻഡിൽ കിടന്ന് ഓട്ടോ ഓടുന്നവൻ എനിക്ക് എന്താ അറിയത്തില്ലേ? ആഹാ, അത് കൊള്ളാം. ആഹാ, അത് കൊള്ളാമല്ലോ. ഇതിനാ സ്വന്തമായിട്ട് വണ്ടിയൊന്നും ഇല്ലേന്ന് പറഞ്ഞപ്പോഴത്തേക്കും, അല്ലെങ്കിൽ അങ്ങനെയാ, വണ്ടി ഓടിക്കാൻ ബുദ്ധിമുട്ടൊക്കെ ആയിരിക്കും. അങ്ങനെ പൈസ ഉള്ളവർക്ക് എന്തും ചെയ്യാലോ, പൈസ ഉള്ളവർക്ക് റെന്റിന് വിളിക്കാമല്ലോ. റെന്റിന് വിളിച്ചെന്ന് ഓർത്തിട്ട് ഇപ്പൊ അവർക്ക് പൈസ ഉണ്ടല്ലോ കൊടുക്കാന്. പൈസ ഇല്ലാത്തവരാ വണ്ടി പൈസ ഇല്ലാത്ത പൈസ ഉണ്ടാക്കി വണ്ടിയൊക്കെ മേടിക്കുന്നത്. അവർക്ക് ഒത്തിരി പൈസ ഉണ്ട്, അപ്പൊ അവർക്ക് ഏത് വണ്ടി വേണമെങ്കിലും ഇഷ്ടമുള്ള വണ്ടി വേണമെങ്കിലും വിളിക്കാം. ഇങ്ങോട്ട് വരുന്നുണ്ട്, കയറി വാന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ രേവതിനെ സച്ചിനെ വിളിച്ചു. രേവതി സച്ചിൻ ഇങ്ങനെ വന്ന് വീടൊക്കെ നോക്കുകയാണ് കേട്ടോ. കണ്ടപ്പോ സത്യം പറഞ്ഞാൽ കണ്ട കൊതിയാവുന്ന ഒരു വീട്, നല്ലൊരു അടിപൊളി വീടാണല്ലോ. 3 കോടി രൂപയ്ക്ക് ഭയങ്കര ലാഭം ആ വീട്. അത് സത്യം തന്നെയാണ്. അപ്പോഴത്തേക്ക് സച്ചി വന്നിട്ട് ചുറ്റുപാടും ഒക്കെ നോക്കുകയാണ്. സച്ചി വന്ന് ചുറ്റുപാട് നോക്കുമ്പോ അടിപൊളി വീടൊക്കെ ആണല്ലോ. പക്ഷെ എന്തോ ഉണ്ട്, അയാൾ എന്തിനായിരിക്കും ആ റെന്റിന് കാറ് വിളിച്ചിട്ടുണ്ടായിരിക്കും. എന്തോ ഉണ്ട്, അത് ഉറപ്പാ, എന്തോ ഉണ്ടെന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ സച്ചി ഇങ്ങനെ ചിന്തിച്ചപ്പോഴത്തേക്ക് രേവതി പറഞ്ഞു, എന്റെ സച്ചേട്ട ഒന്നും മിണ്ടാതിരിക്കും, എന്തിനാ വെറുതെ ചുമ്മാ അതും ഇതും ഒക്കെ പറഞ്ഞ് പ്രശ്നം ഉണ്ടാക്കുന്ന, സച്ചേട്ടൻ മിണ്ടായിരിക്കും സച്ചേട്ടാന്നൊക്കെ പറയാണ്. എന്നാലും ഈ സമയത്ത് സച്ചി പോട്ടെ എന്തെങ്കിലും ആട്ടെ എന്ന് പറഞ്ഞ് വീടിനകത്തേക്കൊക്കെ കയറി. അങ്ങനെ അവിടെ അടുത്ത ഒരു ബീച്ച് ഉണ്ട് കേട്ടോ. അതായത് ഈ വീടിന്റെ അടുത്ത് തന്നെ ഒരു ബീച്ച് ഉണ്ട്. ആ ബീച്ചിന്റെ അടുത്തേക്ക് ശ്രുതിയും ശ്രീകാണ്ടും സച്ചിയും ഒക്കെ പോയി ഇങ്ങനെ കറങ്ങാണ്. അടിപൊളി ഒരു എന്താ പറയാ, അവിടെ ഒരു നല്ലൊരു സ്ഥലമാണ്, നല്ലൊരു ഏരിയ ആണ്, നല്ലൊരു വീടാണ്. അതിന്റെ അടുത്ത് ബീച്ചൊക്കെ ഉണ്ടെന്ന് പറയുമ്പോഴത്തേക്കും അത്രയ്ക്കും നല്ലൊരു വീട് തന്നെയാണ്, ഒരു ബംഗ്ലാവ് തന്നെയാണ്. അപ്പൊ ഈ സമയത്ത് ചന്ദ്രയാണെങ്കിൽ ഇങ്ങനെ നോക്കി വീടൊക്കെ ചുറ്റും നോക്കിയൊക്കെ കാണിട്ട് ഇങ്ങനെ വീട് കണ്ടിട്ട് കൊതിയേ തീരുന്നില്ല. ഇങ്ങനെ ഭയങ്കരമായിട്ട് കൊതിയൊക്കെ വിട്ടോണ്ട് നിൽക്കുന്നു. അപ്പൊ അവിടെ രവീന്ദ്രനുണ്ട്. അപ്പൊ രവീന്ദ്രനോട് പറയാണ്, കണ്ടോ ബീച്ച് സഹിതം ഉണ്ട്. രവിയുടെ നോക്കിക്ക് എന്ത് രസം, എന്ത് ഭംഗിയാ കാണാൻ. നോക്കിയ രവിയുടെ ബീച്ച് സഹിതം ഉണ്ടല്ലോ, എന്ത് രസമാ. അപ്പൊ നമ്മുടെ രവീന്ദ്രൻ പറയാ, ചന്ദ്രൻ നീ ഒന്ന് അടങ്ങ്, അവര് വീട് മേടിച്ചല്ലോ, പിന്നെ എന്തിനാ നീ വെപ്രാളവും പരവേശവും കാണിക്കുന്നത്? ഓ, പിന്നെ എനിക്ക് വെപ്രാളവും പരവേശവും ഇല്ലാതിരിക്കും. അയാൾ പറഞ്ഞത് കേട്ടോ, എന്റെ മോനായതുകൊണ്ടാ, അവനെ ഞാനാ വളർത്തിയത്, അതുകൊണ്ടാ അവൻ ഇങ്ങനെയുള്ള ബുദ്ധിയൊക്കെ തോന്നുന്നത്. പിന്നെ മരുമകൻ എന്റെ അല്ലേ, പിന്നെ എങ്ങനെ ബുദ്ധി തോന്നാതിരിക്കും? ആ, പിന്നെ എന്റെ ഐശ്വര്യം വേണ്ടുവോളം എന്റെ മകനുണ്ടെന്ന് ഇപ്പൊ ശ്രുതി ഇത് കേൾക്കണുണ്ട്. ഇപ്പൊ ശ്രുതി ആണെങ്കിൽ നിന്നിങ്ങനെ ചിരിക്കുകയാണ് ചന്ദ്രയുടെ ഈ ഒരു ഇതൊക്കെ കണ്ടപ്പോഴത്തേക്കും. അതിനിടയ്ക്കാണെങ്കിൽ എന്റെ മോളും കൂടെയാണ് ഞാൻ പറ്റിയ മരുമോളെ എന്റെ വീട്ടിലേക്ക് കൊണ്ടുവന്നത്. ഒരു ചെറുക്കൻ നന്നാണെങ്കിൽ അവന്റെ ഭാര്യ ആദ്യം നന്നാകണം. ഭാര്യ നന്നായാൽ അത് ഉറപ്പായിട്ടും ഭാര്യക്ക് ഭാഗ്യം ഉണ്ടെങ്കിൽ ആ ചെറുക്കൻ കല്യാണം കഴിഞ്ഞ് നന്നാകും. അങ്ങനെയാണ് ഭാര്യമാര് നന്നായാല്, ഭാര്യമാര് നല്ലതാണെങ്കിൽ ഭർത്താക്കന്മാരെ വെച്ചടി കയറ്റുമായിരിക്കുന്നത്. ഇത് കേട്ടോണ്ട് നമ്മുടെ സച്ചി വന്നു. സച്ചി സഹിക്കോ? സച്ചി പറഞ്ഞു, ഓ അതാണല്ലേ, അല്ല ഇപ്പോഴാ എനിക്ക് മനസ്സിലായത്, ഇതുവരെ ആ വീട്ടിലൊരു റൂം കെട്ടാനും പറ്റിയിട്ടില്ല. ആ വീടാണെങ്കിൽ ഇടുങ്ങിക്കൂടി ഒരു വീടും, അച്ഛൻ ആ വീടൊന്ന് മാറ്റിപ്പണിയാനും കഴിഞ്ഞിട്ടില്ല. ഇതാണല്ലേ കാരണം. ഭാര്യമാര് നന്നായാലല്ലേ വെച്ചടി കയറ്റം ഉണ്ടാവത്തുള്ളൂ. എന്റെ അച്ഛൻ ഇങ്ങനെ കിടക്കുന്നത് എന്താണെന്ന് എനിക്ക് ഇപ്പോഴല്ലേ മനസ്സിലായത് എന്ന് സച്ചി. ഇത് കേട്ടതും നമ്മുടെ ചന്ദ്രൻ, നീ ഉണ്ടാതിരിക്കുന്നുണ്ടോ, ഓരോ നമ്മൾ പറഞ്ഞു തുടങ്ങിക്കോളൂ, നിനക്ക് എന്നെ മര്യാദയ്ക്ക് മാറിപ്പോകുന്നുണ്ട്, നിന്നോട് എന്തെങ്കിലും പറഞ്ഞോടാന്ന് ചോദിച്ചുകൊണ്ട് നമ്മുടെ ചന്ദ്രയ്ക്ക് ദേഷ്യം വന്നിട്ട് ചന്ദ്ര അതും ഇതൊക്കെ പറയാൻ തുടങ്ങിയപ്പോഴത്തേക്കും നമ്മുടെ ശ്രുതി വന്നു. ശ്രുതി അല്ല, വർഷയും ശ്രീകാന്തും ഒക്കെ വന്നു. അപ്പം അവരും ഇതിനെക്കുറിച്ച് ഇങ്ങനെ ബീച്ച് ഹൗസിനെ കുറിച്ചൊക്കെ ഇങ്ങനെ പറയാണ്, ബീച്ചിനെ കുറിച്ചൊക്കെ ഇങ്ങനെ പറയാണ്. അപ്പൊ നമ്മുടെ വർഷയുടെ അച്ഛന് 2-3 ഹൗസ് ബോട്ട് ആലപ്പുഴയിലുണ്ട്. അച്ഛൻ ഇങ്ങനെ ഹൗസ് ബോട്ട് ഉണ്ടെന്ന് പറഞ്ഞപ്പോഴത്തേക്ക്, ഹൗസ് ബോട്ടോ നിന്റെ അച്ഛനോ? ആ, എന്റെ അച്ഛന് ഹൗസ് ബോട്ട് ഉണ്ട്, ഒരു 3 ഹൗസ് ബോട്ട് ഉണ്ട്. എന്റെ അച്ഛനും എന്റെ അച്ഛന്റെ കൂട്ടുകാരനും കൂടെ ഷെയർ ആണെന്ന് പറയുമ്പോഴത്തേക്ക്, ഓ ഷെയറോ? ആ ഷെയർ ആണ്. പിന്നെ ഒരു ചെറിയൊരു ഹൗസ് ബോട്ട് എന്റെ അച്ഛന് സ്വന്തമായിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോഴത്തേക്കും, ആണോ സ്വന്തമായിട്ടോ? ആ, അതൊക്കെ എന്റെ അച്ഛനുണ്ടെന്നേ. അതൊക്കെ ഇത്ര വലിയ കാര്യമാണോ എന്നുള്ള രീതിയിൽ വർഷയ്ക്ക് ഇതൊക്കെ സിമ്പിൾ ആണല്ലോ. വർഷയ്ക്ക് അത്യാവശ്യം പൈസയൊക്കെ ഉള്ള ഒരു ടീം ആയതുകൊണ്ട് വർഷയ്ക്ക് അത്യാവശ്യം കാര്യങ്ങളൊക്കെ അറിയുകയും ചെയ്യും. ഇതൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പൊ വലിയ അത്ഭുതമായിട്ടൊന്നും തോന്നില്ല. മാത്രമല്ല ചന്ദ്രനോട് പറയുന്നുണ്ട്, ഇതൊക്കെ ചെറിയ വീടാണ്, ഇതിനേക്കാളും വലിയ വീടുകൾ ഈ പരിസരത്ത് തന്നെ ഉണ്ട്, വേറെ കുറെ വീടുകളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞപ്പോഴത്തേക്കും ചന്ദ്രയ്ക്ക് അങ്ങോട്ട് പിടിക്കുന്നില്ല നമ്മുടെ വർഷ പറയുന്നൊന്നും. അപ്പോഴത്തേക്കുമാണ് നമ്മുടെ ചന്ദ്ര പറഞ്ഞത്, ദേ ഒരു കാര്യം ചെയ്യണം കേട്ടോ സുധി. അവൾ പറഞ്ഞില്ലേ അവളുടെ അച്ഛനും ഹൗസ് ബോട്ട് ഉണ്ടെന്ന്, നീ ഒരു കാര്യം ചെയ്യും, ഒരു കപ്പൽ തന്നെ മേടിച്ച് ഈ വീടിന്റെ മുറ്റത്തേക്ക് അങ്ങ് ഇടണമെന്ന്. ഇത് കേട്ടത് നമ്മുടെ രേവതിക്കും സച്ചിക്കും അതുപോലെ തന്നെ എല്ലാവർക്കും ചിരി വരുവാണ് കേട്ടോ. എല്ലാവരും ചിരിക്കുവാണ്. അത്യാർത്തി എന്ന് പറഞ്ഞിട്ടുണ്ട്, ഇതുപോലെ ഉണ്ടോ ആർത്തി കാണിക്കുന്ന ഒരു സ്ത്രീയെ. ഏതായാലും ഇതൊക്കെ കഴിഞ്ഞു. പിന്നെ കാണിക്കുന്ന സീൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ വർഷമല്ല സോറി ശ്രുതി സംസാരിക്കുകയാണ് ഈ വീടിനെ കുറിച്ച്. ചന്ദ്രയോട് പറയാണ്, ഈ വീട് അല്ല ചന്ദ്രയാണ് ചോദിക്കുന്നത് കേട്ടോ ശ്രുതിയോട്, ഈ വീട് മെയിൻറ്റെയിൻ ചെയ്താൽ ഭയങ്കര ബുദ്ധിമുട്ടാണല്ലോ മോളെ. ഇത് തൂക്കണം, തുടയ്ക്കണം, അടിച്ചു വാരണം, വൃത്തിയാക്കണം. ഹുയ്യോ എന്ത് പാടായിരിക്കും. അതിനിപ്പോ എന്ത് ചെയ്യുന്ന പറയുമ്പോ, ഇപ്പൊ ഈ വീട്ടിൽ നമ്മൾ വന്ന് താമസിക്കുന്നില്ലല്ലോ അമ്മേ, നമുക്ക് വല്ല ഷൂട്ടിങ്ങുകാർക്കും എല്ലാം കൊടുക്കാം. ഷൂട്ടിങ്ങുകാർക്കോ? ആ, ഈ സിനിമ ഷൂട്ടിങ്ങുകാർക്കൊക്കെ ഇതുപോലത്തെ വീടൊക്കെ ഭയങ്കര ഇഷ്ടം.
അവര് വീടുകൾ തപ്പി നടക്കുന്നുണ്ട്. അവര് നമുക്കൊരു റെന്റും തരും. പിന്നെ വേണമെങ്കിൽ നമുക്ക് ഇതൊരു ഗസ്റ്റ് ഹൗസ് ആയിട്ട് കൊടുക്കാം. ഇവിടെ ബീച്ച് ഉണ്ടല്ലോ അടുത്ത്, അപ്പൊ ഇഷ്ടംപോലെ ടൂറിസ്റ്റുകൾ വരുമല്ലോ. അപ്പൊ നമുക്ക് അവർക്ക് വേണമെങ്കിൽ ബീച്ചിൽ വരുന്നവർക്ക് ഇതൊരു റെസ്റ്റ് ഹൗസ് ആയിട്ട് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിന് വരുമാനം കിട്ടും. അല്ലെങ്കിൽ പോട്ടെ, ഞങ്ങൾ ഒരു പോർഷനിൽ താമസിച്ചിട്ട് ബാക്കി റെന്റിന് കൊടുക്കുകയാണെങ്കിൽ അതിൽ നിന്ന് നമുക്ക് വരുമാനം കിട്ടും. പിന്നെ ഈ ലോണൊക്കെ എടുക്കൂല്ലോ നമ്മള്, ആ ലോണൊക്കെ അടച്ചു തീരണമെങ്കിൽ ഇത് മതി. ഇതൊക്കെ സിമ്പിൾ ആയിട്ട് അടച്ചു തീർക്കാൻ പറ്റുമെന്ന് പറഞ്ഞപ്പോഴത്തേക്കും അയ്യോ നിനക്ക് ഇത്ര ബുദ്ധി ഉണ്ടല്ലേ. അപ്പോഴത്തേക്കും നമ്മുടെ സുധിയുടെ പാർക്കുമേറ്റ് ഇല്ലേ, സുധിയുടെ കൂട്ടുകാരൻ അവിടെ നിൽപ്പുണ്ടായിരുന്നു. അപ്പൊ സുധിയോട് പറയാ, ഏതായാലും നിന്റെ ഭാര്യയുടെ തല കൊള്ളാലോടാ, നിനക്ക് പറ്റിയ ഭാര്യനെ ആട്ടോ കിട്ടിയിരിക്കുന്നത്. നീയോ മന്ദബുദ്ധി, അവക്ക് ഇച്ചിരി ബോധവും വെള്ളമൊക്കെ ഉണ്ടല്ലോ, അതുകൊണ്ട് നീ രക്ഷപ്പെട്ടു പോകുന്നതെന്ന് എനിക്കിപ്പോ മനസ്സിലായി എന്ന്. ഇത് കേട്ടതും സുധിയും ഭയങ്കരമായിട്ട് ഇങ്ങനെ മതിമറന്നിരിക്കുകയാണ് തന്റെ ഭാര്യനെ കുറിച്ച് ഓർത്തിട്ട്. ഭാര്യയ്ക്ക് ബുദ്ധിയും കാര്യങ്ങളൊക്കെ ഉണ്ട്, ശരിയാണ്. ബുദ്ധി ഇല്ലാത്തത് ആർക്കാ? നമ്മുടെ സുധിയാണ് വലിയ കുഴിയിൽ ചെന്ന് ചാടാൻ വേണ്ടിയൊക്കെ നിൽക്കുന്നത് കേട്ടോ. അപ്പൊ നാളത്തെ എപ്പിസോഡ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ഭാഗമൊക്കെ കാണിച്ചിട്ടാണ് അവസാനിക്കാൻ ചാൻസ് കൂടുതൽ. അപ്പൊ എല്ലാവരും കാത്തിരിക്കുക. നാളെ രാവിലെ നമ്മൾ അതുപോലെ തന്നെ ഒരു 8 മണിയാകുമ്പോൾ ഫുൾ വിശേഷമായിട്ട് വരും കേട്ടോ. നയനയുടെയും ആദർശിന്റെയും കഥയും നമ്മൾ ചെയ്യുന്നുണ്ട്, രാവിലെ എന്നും ചെയ്യുന്നുണ്ട്. അതും നാളെ രാവിലെ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. അലീനയുടെ വിശേഷം നമ്മൾ റിയൽ സ്റ്റോറിക്കകത്താണ് ഇടുന്നത് കേട്ടോ. അത് നമ്മൾ റിയൽ സ്റ്റോറിക്കകത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ റിയൽ സ്റ്റോറി ന്യൂവിനകത്ത് നമ്മുടെ പുതിയ കഥയായ കാറ്റത്തെ കിളിക്കൂടും ചെയ്യുന്നുണ്ട്. അത് റിയൽ സ്റ്റോറി ന്യൂ ആണ്, മാറിപ്പോലെ. റിയൽ സ്റ്റോറി ന്യൂ കാറ്റത്തെ കിളിക്കൂട്. റിയൽ സ്റ്റോറി എന്ന് പറയുന്ന ചാനലില് നമ്മുടെ അലീനയുടെ കഥ. അപ്പൊ റിയൽ സ്റ്റോറി എന്ന് എഴുതിയിട്ട് നിങ്ങൾ അടിച്ചു നോക്കിയിട്ട് സെർച്ച് ലിസ്റ്റിൽ അടിച്ചു നോക്കിയിട്ട് അലീനയുടെ കഥയുടെ പേരും കൂടെ ഒന്ന് ജസ്റ്റ് അടിച്ചു നോക്കുകയാണെങ്കിൽ നമ്മുടെ ചാനൽ അവൈലബിൾ ആയിരിക്കും. നിങ്ങൾക്ക് കയറാം, സബ്സ്ക്രൈബ് ചെയ്യാം, അതുപോലെ ഇഷ്ടമുള്ളവർക്ക് കാണാം കേട്ടോ. അപ്പൊ നിങ്ങളുടെ സ്നേഹത്തിനും സപ്പോർട്ടിനും ഒക്കെ ഒരുപാട് നന്ദിയുണ്ട്. വീണ്ടും ഈ സ്നേഹവും സപ്പോർട്ടും ഒക്കെ പ്രതീക്ഷിച്ചുകൊണ്ട് നിർത്തുന്നു. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ.